ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ സ്റ്റാർ മുഖമായിട്ടുള്ള തമിഴ്നാട്ടിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അണ്ണാമലൈ ബി.ജെ.പി വിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോഴിതാ ബി.ജെ.പി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീന് അണ്ണാമലൈ തന്റെ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട് ബി.ജെ.പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. ചൊവ്വാഴ്ച ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. ബി.ജെ.പി നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മാന്യമായ രീതിയിൽ പാർട്ടിയുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചതായി പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയതുമായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും അണ്ണാമലൈ അത് നിരസിച്ചതായാണ് സൂചന. വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും പുതിയ അധ്യക്ഷനായി നയിനാർ നാഗേന്ദ്രൻ ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം അണ്ണാമലൈ പൊതുവേദികളിൽ സജീവമായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നാലെ ബി.ജെ.പിയിൽ തനിക്ക് ഭാവിയില്ലെന്ന് അദ്ദേഹം കരുതുന്നതായും പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നതായും ശക്തമായ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി വിട്ടതിനു ശേഷം അണ്ണാമലൈ സ്വന്തമായ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയുമുണ്ട്. നിതിൻ നബീൻ, സെക്രട്ടറി ബി.എൽ സന്തോഷ് എന്നിവരുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിൽ സൗഹൃദപരമായ രീതിയിൽ പാർട്ടി വിടാനുള്ള താല്പര്യം അണ്ണാമലൈ പ്രകടിപ്പിച്ചു എന്നാണ് വിവരം. ഇനി സ്വന്തം പാത തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മുൻ IPS ഓഫീസറായ അണ്ണാമലയെ പാർട്ടിയിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി നേതൃത്വം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന് ദേശീയ പദവി നൽകുന്നതും പരിഗണനയിലുണ്ട് എന്ന് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഡൽഹി വിട്ടു പോകരുതെന്ന് അണ്ണാമലയോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും AIADMKയുമായിട്ടുള്ള സഖ്യ രൂപീകരണവുമാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. 2020 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അണ്ണാമലൈ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബി.ജെ.പി അധ്യക്ഷനായാണ് തമിഴകത്തെ രാഷ്ട്രീയ മണ്ണിൽ നിറഞ്ഞാടിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.